ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സെബിൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സബ്ജക്റ്റാണ്. നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ബൾബുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടായിരിക്കും. ഫിലമെന്റ് ബൾബ് എന്ന് വിളിക്കുന്ന ഇൻകാൻഡസെന്റ് ബൾബാണിത്. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള LED ബൾബുകളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പഴയ ബൾബിനേക്കാൾ കൂടുതൽ മികച്ചതാണ്. കാരണം ഇത് കുറഞ്ഞ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും, ഇത്തരത്തിലുള്ള ബൾബുകൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ്, വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ LED ബൾബുകൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മാക്സിമം പോകും, അതിനുശേഷം കേടായി പോകാറുണ്ട്. കമ്പനികൾ 1 വർഷം അല്ല അതിന് ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. എന്നാലും അതിനുശേഷം ഇത് കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള LED ബൾബുകൾ വളരെ കുറഞ്ഞ ചെലവിൽ, അതായത് തുച്ഛമായ ചെലവിൽ 5 രൂപ 10 രൂപ നിരക്കിൽ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴെൻ്റെ കയ്യിലുള്ളത് ഒരു കേടായ LED ബൾബാണ്. അപ്പോൾ ഈ ഒരു ബൾബ് റിപ്പയർ ചെയ്യാനായി ഇതിൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ ഭാഗം നമുക്ക് അഴിച്ചു മാറ്റണം. പക്ഷെ നല്ല രീതിയിൽ ഇത് ഇവിടെ ഉറപ്പിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് കൈകൊണ്ട് നേരിട്ട് ഇത് എളുപ്പം ഊരിയെടുക്കാനായിട്ട് കഴിയില്ല. റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഡേറ്റ് ആണ്. കാരണം ഇത് വാറണ്ടി പീരീഡിലുള്ള ഒരു ബൾബാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് പുതിയത് കിട്ടും. എൻ്റെ കയ്യിലുള്ള ബൾബ് എന്തായാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ബൾബാണ്. അപ്പോൾ കൈകൊണ്ട് ഇളക്കി മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു വുഡൻ പീസ് ഉപയോഗിച്ച് തട്ടി ഈ മുകൾ ഭാഗം ഇളക്കി മാറ്റുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ ശ്രമത്തിനൊടുവിൽ ഈ ഭാഗം ഊരി എടുത്തു. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം പൊട്ടിപ്പോരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇതിനകത്ത് കാണുന്ന ഈ മെറ്റാലിക് ഭാഗം ആക്ച്വലി ഇതിനകത്ത് ഒട്ടിയിരിക്കുന്ന ഒരു ഭാഗമാണ്. പുറം ഭാഗം ഊരിയെടുക്കുന്നതിനിടയിൽ ഇത് ഇളകി പോകുന്നതാണ്. അപ്പോൾ ഈ ഭാഗം ഇളകി പോന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ പ്ലെയറോ ഉപയോഗിച്ച് ഇത് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ ഭാഗത്താണ് LED ഉറപ്പിച്ചിട്ടുള്ളത്. ഈ വെളുത്ത 5 ഡോട്ടുകൾ കണ്ടോ, ഇതാണ് LED. ഈ 5 LED ഈ ഒരു മെറ്റാലിക് ഷീറ്റിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ LED പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു PCB കാണാം. അതിൽ നിന്നുള്ള കണക്ഷൻ ഈ 2 ടെർമിനൽസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ടെർമിനലുമായിട്ടാണ് ഹോൾഡറിൽ ഇടുമ്പോൾ നമ്മളുടെ ബൾബിന് കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗം പുറത്തേക്ക് ഊരിയെടുക്കണം. ഇതിനായി നമുക്ക് ഒരു സോൾഡറിങ് അയൺ ആവശ്യമാണ്. അപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനൽ ഞാൻ ഡീസോൾഡർ ചെയ്യാണ്. അതായത് ഈ സോൾഡറിങ് അയൺ ഇതിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോൾഡർ അവിടെ ഉരുകി ആ വയർ നമുക്കതിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ ഡീസോൾഡർ ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായതിനാൽ ഞാനൊരു പ്ലെയർ ഉപയോഗിച്ച് ഈ ഭാഗം വലിച്ചൂരിയെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ടെർമിനൽസിൽ നിന്നുള്ള വയർ പൊട്ടിപ്പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ PCBയുടെ ഈ ഭാഗത്താണ് ആ വയറുകൾ ഉണ്ടാകേണ്ടത്. അത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ആ 2 വയറുകൾ ഈ പ്ലെയർ ഉപയോഗിച്ച് പിടിച്ച് പുറമേയുള്ള ഭാഗം ഡീസോൾഡർ ചെയ്ത് ഈ വയർ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഉണ്ടായിരുന്ന വയർ. അപ്പോൾ ഇതുപോലെ 2 വയറുകളും ഡീസോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഈ PCB നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ഇവിടെ കണ്ടോ കേടായി ഏകദേശം അത് പൊട്ടിത്തെറിച്ച് ഇരിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പാസിറ്റർ കേടാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ബോർഡൊന്ന് നമ്മൾ ജസ്റ്റ് ഓടിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും കമ്പോണൻറ്റ് ഫിസിക്കലി ഡാമേജ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും കംപ്ലൈൻറ്റ് നമുക്ക് കാണാനില്ല. ഇത്തരം ബോർഡുകളിൽ യൂഷ്വലി കപ്പാസിറ്റേഴ്സ് തന്നെയാണ് കേടാവാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കേടായ കപ്പാസിറ്റർ ഡീസോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇതാണ് കേടായ ആ ഒരു കപ്പാസിറ്റർ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 473J എന്നാണ്. ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് അടുത്തുള്ള ഇലക്ട്രോണിക് റിപ്പയറിംഗ് ഷോപ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക് സ്പെയർ പാർട്സിൻ്റെ ഷോപ്സിലോ നമുക്ക് അവൈലബിൾ ആണ്. 5 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ കപ്പാസിറ്ററിൻ്റെ വില. കളറിലും സൈസിലും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അതിലെഴുതിയിരിക്കുന്ന വാല്യൂ മാത്രമേ കറക്റ്റ് ആവേണ്ട കാര്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിലെഴുതിയിരിക്കുന്ന വാല്യൂ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പഴയ കേടായിട്ടുള്ള ആ ഒരു കമ്പോണൻറ്റ് നിങ്ങൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ അവരതിന് തുല്യമായിട്ടുള്ള പുതിയത് നിങ്ങൾക്ക് തരും.
അപ്പോൾ എന്തായാലും നമുക്ക് ഊരിയെടുത്ത ഭാഗത്ത് പുതിയ ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇതൊരു പോളിസ്റ്റർ കപ്പാസിറ്റർ ആയതുകൊണ്ട് ഇതിന് പൊളാരിറ്റി ഇല്ല, അതായത് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററുകളെ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഒന്നും ഇല്ല ഇതിന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെർമിനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഈ സർക്യൂട്ടിന് അപകടമൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ അതാ ഞാനിവിടെ കേടായ കപ്പാസിറ്ററിന് പകരം പുതിയതൊരെണ്ണം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ PCB ഊരിയെടുക്കുമ്പോൾ പൊട്ടിപ്പോയ 2 വയർ പീസുകൾക്ക് പകരം നമുക്ക് പുതിയ 2 വയർ പീസ് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിനായിട്ട് ഞാൻ 2 വയറിൻ്റെ 2 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിവിടെ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഈ 2 വയറുകൾക്കും പൊളാരിറ്റി ഒന്നുമില്ല, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള വയർ കണക്ട് ചെയ്യാം. 2 വയറുകൾ കണക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ AC കറണ്ടാണ് ഈ ഭാഗത്ത് നമ്മൾ ഇൻപുട്ട് കറണ്ടായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊളാരിറ്റി ഇവിടെ പ്രശ്നമല്ല. PCBയിൽ ഈ 2 വയറുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2 വയറുകളുടെ മറുവശം ബൾബിൻ്റെ ഹോൾഡർ വരുന്ന ഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പം ഞാൻ 2 ടെർമിനൽസും വൃത്തിയായിട്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ PCB നമുക്ക് പഴയ പോലെ അകത്തേക്ക് കയറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ റീപ്ലേസ്മെൻറ്റിന് ശേഷം നമ്മുടെ LED ബൾബ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി ഞാൻ വീട്ടിലുള്ള ഒരു ഹോൾഡറിൽ നമ്മുടെ ഈ ഒരു ബൾബ് ഇട്ട് നോക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മുടെ LED ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ വെറും 5 രൂപയുടെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ബൾബ് കളഞ്ഞ് പുതിയൊരു ബൾബ് മേടിക്കുന്നതിന് ഓർക്കണം. ഇനി ഈ പുറമേയുള്ള ഭാഗം ഇതിലേക്ക് ഫിറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ LED ബൾബ് പൂർവ്വസ്ഥിതിയിലേക്കാവും. ഇനി ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ അകത്തുള്ള കപ്പാസിറ്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പോണൻസോ റീപ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ PCB ശരിയായില്ലെങ്കിൽ നമുക്കിതാ ഇങ്ങനത്തെ ബോർഡ്സ് റെഡിലി അവൈലബിൾ ആണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ LED ഡ്രൈവർ സർക്യൂട്ട് ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് AC ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിനകത്തുനിന്ന് 2 വയർ എടുത്ത് ജസ്റ്റ് നമ്മുടെ ബൾബിൻ്റെ ടെർമിനൽസിലേക്ക് കൊടുത്താൽ മാത്രം മതി ഈ ഒരു ഭാഗം റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ട ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവിടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എടുത്ത് അവിടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PCBയുടെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ആ PCB ഇൻ കേസ് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ഈ ഒരു ബോർഡിന് ഏകദേശം 10 രൂപയാണ് വില വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് 5 വാട്ടിൻ്റെ ബോർഡാണ്. ഇതുപോലെ നമുക്ക് 10 വാട്ടിൻ്റെ 15 വാട്ടിൻ്റെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വീടുകളിലെല്ലാം കേടായി കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയുന്ന LED ബൾബ് വളരെ നിസ്സാരമായ തുകയ്ക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നുള്ള 2 മെത്തേഡുകൾ കണ്ടു. ഒന്നാമത്തെ മെത്തേഡിൽ ഇതിനകത്ത് കമ്പോണൻസ് റീപ്ലേസ് ചെയ്ത് റിപ്പയർ ചെയ്യുന്ന മെത്തേഡായിരുന്നു. ഇൻ കേസ് നമ്മളതിൽ വിജയിച്ചില്ലെങ്കിൽ പ്ലാൻ B എന്നൊക്കെ പറയുന്ന പോലെ രണ്ടാമത്തെ മെത്തേഡിൽ ഞാൻ പറഞ്ഞത് ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് ഇനി ലഭിക്കുന്നതായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.